അപ്പൊ നിങ്ങൾ പറയുന്ന ആളായാലും ഹെൽത്ത് ശരിയാവണ്ടേ, എന്റെ ഹെൽത്ത് ശരിയാവണ്ടേ? ഞാൻ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച അടക്കം എനിക്ക് വൈകാണ്ട് ബ്രസ്റ്റ് നടന്നു. ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ കുറച്ച് കാര്യം കല്യാണത്തിന് കാര്യം ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോകാൻ. നീ അതൊക്കെ ചെയ്ത് നടന്നു. നീ നിന്റെ കാര്യം നോക്ക്, നിനക്ക് വരട്ടെ. അല്ല, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അത് ഇനി കുറ്റായിട്ട് വരൂട്ടാ. അത് തിരിച്ച് ഇനിയിപ്പോ ഇതിന്റെ ട്രോളന്മാരെ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിട്ട് ഇരിക്കണോ? ഇട്ടോളെ, നിങ്ങൾ എന്ത് ഇട്ടാലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. നമസ്കാരം. ഫാമിലി ഡ്രാമ ഇൻ 3 ഫോൾഡ്, അതാണിപ്പം യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചിട്ടാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം 3 മടങ്ങ് ശക്തിയായിട്ട് 3 യൂട്യൂബ് ചാനലിലാണ് വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ഫാമിലിയിൽ നടന്ന ആ ഒരു ഇഷ്യൂ. രണ്ടാമത്തെ മകളായിട്ടുള്ള കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദന കല്യാണം ഉറപ്പിച്ചു വെച്ച ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അച്ഛനോടും അമ്മയോടും പറയാതെ കല്യാണം കഴിക്കുന്നു. ആകെ വിഷയമായി, ആകെ പ്രശ്നമായി. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ചാനലിൽ ആ അച്ഛനും അമ്മയും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ് പുതിയൊരു ചാനലുണ്ട്. ആ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. അതിനകത്ത് വലിയ രീതിയിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഈ കുഞ്ഞൻ എന്ന് പറയുന്ന നന്ദനയുടെ ചാനലാണ്, രണ്ടാമത്തെ മകളുടെ. അപ്പോൾ ആ ചാനലിൽ വന്നിട്ട് രണ്ടാമത്തെ മകൾ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷനുമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പൊന്നൂസ് വ്ലോഗ്, അത് 1ാമത്തെ മകളാണ്, ആദ്യത്തെ മകളാണ്. അപ്പോൾ ആദ്യത്തെ മകളുടെ ചാനലിൽ ആദ്യത്തെ മകൾ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. പക്ഷേ ഈ 3 എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അവരുടെ ഫാമിലിയിൽ എന്താണ് ഇഷ്യൂ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. ഇഷ്യൂ ഒന്നും പറയത്തില്ല, കാരണം ഒന്നും പറയത്തില്ല, എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്ലനേഷൻ കൊണ്ട് ഇവർ എന്താണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നലെ ആ അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം കണ്ടത്. എനിക്ക് അച്ഛനെയും അമ്മയും കുറിച്ച് ഒന്നും പറയാനില്ല. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. എന്തിനാണ് ആ പെങ്കൊച്ച് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു തോട്ടാണ് എനിക്കുണ്ടായത്. അപ്പൊ ഏതായാലും അച്ഛനും അമ്മയും പറഞ്ഞ ചെറിയൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ, ഒരിക്കലും കാശ് ചെലവാക്കണ്ടായെന്ന് വെച്ചിട്ടല്ല ഈ കല്യാണം പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ചോളാം തയ്യാറായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തത്, എല്ലാത്തിനും തെളിവും ഞങ്ങളുണ്ട്. എല്ലാത്തിനും തെളിവ് മനസ്സിലായോ? സ്വർണ്ണം എടുക്കാനപ്പോ ആളെ വിളിച്ചതും കാര്യവും ഇതൊക്കെ നമ്മുടെ തെളിവ് തന്നെയാണ്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയും. ഇതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കി കൂടെ. ഈ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ, ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് അവർക്ക് ഒരു കുടുംബം സ്നേഹിക്കുന്ന ഒരാൾക്കാർ നമ്മുടെ വിഷമം കണ്ടിട്ടാവും ചിലപ്പോൾ ആ വസ്തു മേടിക്കണം. അവർക്ക് ചിലപ്പോൾ വസ്തുവിന് ആവശ്യമായിട്ടാവില്ല, നമുക്കൊരു ഹെൽപ്പായിട്ട് വരും. അതും കൂടിയിട്ട് കണക്കാക്കിയിട്ടാവും. ആ ഒരു വീഡിയോ എന്തോ ആവട്ടെ, ചിലപ്പോൾ നമ്മളൊരു ആ സമയത്ത് ഒരു മാനസിക ആ ഒരു കുട്ടിക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കണം മാതാവായ കൃഷ്ണമായി ഞാൻ കൈവിട്ടില്ല. ഞാൻ പറഞ്ഞേ കല്യാണത്തിന് ഇത്ര ദിവസം എനിക്ക് ഉറപ്പായിരുന്നു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ സമയമാകുമ്പോൾ നടക്കും, നടത്തി തരുന്നുള്ള വിശ്വാസം തന്നെയാണ്. എന്താ വെച്ചാൽ അതിന് വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് അച്ഛനും അമ്മയും പറഞ്ഞ വീഡിയോ. ഇന്നലെ ആ അമ്മ അതിനകത്ത് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനും അമ്മയും പറയുന്നത് കല്യാണം നടത്തി കൊടുക്കാൻ തന്നെ ഇരുന്നതാണ്. സ്ഥലം വിറ്റു, കാശൊക്കെ കിട്ടിയിരുന്നു, ഓഡിറ്റോറിയത്തിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. ഇത്രയും ചെയ്തിട്ടും പിന്നെ എന്തിനാണ് ആ മകൾ അങ്ങനെ കാണിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരു പക്ഷേ ഇവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കാണും, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കാണും, പ്രശ്നം ഉണ്ടായി കാണും. ആ വഴക്കുണ്ടായതിന്റെ പേരിൽ വാശിയിലാണോ ഈ പെങ്കൊച്ച് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചത് എന്നും നമുക്കറിയില്ല. ഇവരും കാരണം പറയുന്നില്ല, ആരും കാരണം പറയുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഈ വീഡിയോയിൽ ഈ അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവർ ഇവരെ കുത്തി നോവിക്കുന്നു, ട്രോളന്മാരും അല്ലാതെ റിയാക്ഷൻ ചാനലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വീഡിയോ ഇടുന്നു, ഇവരെ കുത്തി നോവിക്കുന്നു, അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ ഇവരാദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫാമിലി ഡ്രാമ മുഴുവൻ ഈ യൂട്യൂബിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത് ഇവരാണ്. അപ്പോൾ ഇവര് ഈ രീതിയിൽ പല ഭാവത്തിലും പല രൂപത്തിലും വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും. കാണുന്ന ആൾക്കാർക്ക് തന്നെ തോന്നും ഇവരെന്താണ് ഈ കാണിക്കുന്നത്, ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എന്തിനാണ് ഇവരിങ്ങനെ യൂട്യൂബിലേക്ക് വലിച്ചു കൊണ്ടിടുന്നത്. അപ്പോൾ ഇവർ യൂട്യൂബിലേക്ക് വലിച്ചു കൊണ്ടിടുന്നത് കൊണ്ടാണ് ആൾക്കാർ ട്രോളുന്നത്, ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്, ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത്, കുറ്റം പറയുന്നത്. ശരിക്കും ഓർക്കുമ്പോൾ വിഷമം തോന്നും, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റില്ലയോ. പക്ഷേ അവർക്കിപ്പോൾ വിഷമം ഉണ്ടായിരിക്കും, മകൾ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചതായിരിക്കും, അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് നാണക്കേടുണ്ടായിരിക്കും, അങ്ങനെ പല ഫീലിങ്സിലൂടെ ആയിരിക്കും അവർ രണ്ടുപേരും കടന്നു പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആദ്യത്തെ തെറ്റ് ഇവരുടെ ഭാഗത്ത് തന്നെയാണ്, ഇവരുടെയാണ് 1ാമത്തെ മിസ്റ്റേക്സ്. ഇനിയെങ്കിലും സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന ഡീപ്പായിട്ടുള്ള ഡ്രാമാസ് ഒന്നും തന്നെ യൂട്യൂബിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുവരാതിരിക്കുക. ആ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും ആരുടെയും കാര്യത്തിൽ കയറി ഇടപെടില്ല. ഈ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ട് ഇടുമ്പോഴാണ് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുകയും ട്രോള് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇനി ഏതായാലും എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്ന് നന്ദന പറയുന്നുണ്ട്. നന്ദൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ ഇപ്പം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അതിനകത്ത് വീഡിയോ വരുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം നന്ദനയുടെ എക്സ്പ്ലനേഷനും കൂടി നമുക്കൊന്ന് കേൾക്കാം. പല സംശയങ്ങളുണ്ട്, പല ഗോസിപ്പുകളുണ്ട്.
പിന്നെ ഞാനും കുറ്റം പറയാൻ താല്പര്യമില്ല. എന്തായാലും സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആക്കിയതുണ്ടോ? ഞാൻ ആക്കിയതാണ് എന്തായാലും. ഞങ്ങൾ പക്ഷേ 3 മാസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷേ 3 മാസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഈ ബന്ധം സെപ്പറേറ്റാവാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് തമ്മിലല്ല, കുറച്ച് വർഷങ്ങളോട് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഓക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ അറിഞ്ഞു വന്നതിന് ഇഷ്ടംപോലെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ കല്യാണം കഴിഞ്ഞത് വീഡിയോ ഞങ്ങൾ എന്തായാലും കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ട്. പക്ഷെ ആൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റി മനസ്സിലായി. അത്രയും വേണ്ടവർക്ക് മാത്രമേ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ആരും കുറ്റം പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് നന്ദനയുടെ എക്സ്പ്ലനേഷൻ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ആ ചാനലിൽ പ്രതീക്ഷിക്കാം. ആ ചാനലിലെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് കടന്നു വരൂ. ഇതിനകത്തും കാരണം പറയുന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം നടക്കില്ല, ഇങ്ങനെയാണ് ആ കൊച്ചു പറയുന്നത്. എന്താണ് കാരണം? ഇവർക്ക് കാരണം പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരരുത്. ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, സബ്സ്ക്രൈബേഴ്സിനോട് പറയുവാണ് തങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്താണ്. വെറുതെ അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാണ് പറയുന്നത്, ഇവരൊക്കെ ഉടായിപ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഏതായാലും ഇവരുടെ 2 പേരുടെ വീഡിയോ കേട്ടിട്ട്, അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ കേട്ടു, ഈ പെങ്കൊച്ചിൻ്റെ വീഡിയോ കേട്ടു, നന്ദുവിൻ്റെ വീഡിയോ കേട്ടു. ഇവരുടെ 2 പേരുടെ വീഡിയോ കേട്ടിട്ട് ഞാൻ ഈ നന്ദു എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈ കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരം, ആ കൊച്ചിൻ്റെ ആഗ്രഹപ്രകാരം വളരെ ലക്ഷറി ആയിട്ട് ആർഭാടമായിട്ട് എൻഗേജ്മെന്റ് നടത്തുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. എല്ലാ കാര്യവും ഉറപ്പിച്ച് വെച്ചത് വീട്ടുകാരാണല്ലോ. അപ്പോൾ കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ആ ചെറുക്കനുമായിട്ട് നല്ല കമ്പനി ആയതിനു ശേഷം പിന്നെ എന്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാണ്. വീട്ടുകാർ കല്യാണം നടത്തി തരാതിരിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും സ്വന്തം വീട്ടുകാരല്ലേ, അവിടെ വാശി കാണും, വഴക്ക് കാണും, പ്രശ്നം കാണും. എല്ലാ വീട്ടിലും വഴക്കും വാശിയും വലിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. അപ്പം എന്ത് കാരണത്താലാണെങ്കിലും ഈ പെങ്കൊച്ച് ചെയ്തത് ശരിയാകില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം അച്ഛനെയും അമ്മയെ നാണം കെടുത്തി, മൊത്തത്തിൽ നാണം കെടുത്തി, എല്ലാവരെയും നാണം കെടുത്തി. ഈവൻ പൊന്നു എന്ന് പറയുന്ന ആദ്യത്തെ കൊച്ചിനെയും ഇതിനകത്തേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇവർക്ക് തന്നെ അറിയത്തില്ല എന്താണ് കാര്യമെന്ന്. ഇനിയും ഇതൊക്കെ ഇവരുടെ ഡ്രാമയാണോ, ഇവർ പ്ലാൻ ചെയ്ത് കരുതിക്കൂടി ചെയ്യുന്നതാണോ, അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഇവർ ഈ വീഡിയോ ഇടുന്നതിൽ നിന്നുള്ള അറിവേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ നന്ദു എന്ന് പറയുന്ന ഈ നന്ദന, ഈ പെങ്കൊച്ച് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് പറഞ്ഞു തീർക്കുക. എന്താണ് പ്രശ്നം, എന്താണ് കാര്യം, അങ്ങനെ പറഞ്ഞു തീർത്ത് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരുന്നു. ഒരുപാട് ആർഭാടമായിട്ട് നടത്തിയില്ലെങ്കിലും വളരെ മിനിമലായിട്ട് നടത്താമായിരുന്നല്ലോ. അച്ഛൻ്റെ അമ്മയുടെ 2 ഭാഗത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നടത്താമായിരുന്നല്ലോ. അത് ചെയ്തില്ല. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നേക്കുവാണ്. എന്ത് എക്സ്പ്ലനേഷനാണ് അതിലൂടെ തരുന്നത്? അപ്പം ഇനിയെങ്കിലും, ഇപ്പോൾ ആ അമ്മയും അച്ഛനും ഒക്കെ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് ഫാമിലി ഡ്രാമ ഡ്രാഗ് ചെയ്ത് യൂട്യൂബിലേക്ക് കയറ്റാതിരിക്കുക. ഫാമിലി ഡ്രാമ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, കൂടുതൽ ആൾക്കാർ വന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, മറ്റുള്ളവർ ട്രോളും. അത് അവരുടെ കോണ്ടന്റാണ്. നിങ്ങളുടെ കോണ്ടന്റ് ഫാമിലി ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കോണ്ടന്റാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ, സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ട്രോള് കിട്ടും.